സ്പേസ് എക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായ ചാന്ദ്രപര്യവേഷണ ദൗത്യം IM-2 വിക്ഷേപിച്ചു. ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. മാർച്ച് 6-ന് ദൗത്യത്തിൻ്റെ ലാൻഡർ അധീന ചന്ദ്രപ്രതലത്തിൽ ഇറങ്ങും എന്നാണ് സൂചന. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലായിരിക്കും ലാൻഡിംഗ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് സ്പേസ് എക്സിന്റെ IM-2 വിക്ഷേപിച്ചത്. ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും 150 കിലോമീറ്റർ മാറിയുള്ള ഐസ് നിറഞ്ഞ പ്രദേശങ്ങളിൽ ഗവേഷണം നടത്തുകയാണ് ദൗത്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അധീന ലാൻഡറിന്റെ ലക്ഷ്യം. നിർദ്ദിഷ്ട പ്രദേശത്ത് വൻതോതിൽ ഐസും പ്രാണവായു പോലും അടങ്ങിയിരിക്കുന്നുവെന്നാണ് ചില നിഗമനങ്ങൾ പുറത്തുവരുന്നത്. നിരവധി പരീക്ഷണങ്ങളാണ് ദൗത്യം ചന്ദ്രനിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാർച്ച് 6-ന് ദൗത്യത്തിന്റെ ലാൻഡർ അധീന ചന്ദ്രപ്രതലത്തിൽ ഇറങ്ങും. ചന്ദ്രപ്രതലത്തിൽ നിന്നും താഴേക്ക് തുരന്ന് വെള്ളത്തിന്റെയും മറ്റു ധാതുക്കളുടെയും സാന്നിധ്യവും അധീന ലാൻഡർ പരിശോധിക്കും. ചന്ദ്രപ്രതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സൂര്യഗ്രഹണത്തിന് കൂടി ലാൻഡർ സാക്ഷിയാകും. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന നിമിഷം അധീന ലാൻഡർ ആ പ്രദേശത്തുണ്ടാകും. ലാൻഡറിലെ ലൂണാർ ട്രെയിൽ ബ്ലേസർ ചന്ദ്രനിലെ ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങൾ മാപ്പ് ചെയ്യും. ഇത്തരത്തിൽ നിരവധി പരീക്ഷണങ്ങളാണ് IM-2 ദൗത്യത്തിൽ ഉൾപ്പെടുന്നത്. സയൻസ് ഡെസ്ക്, ജനം.